Yes, let's discuss about the plan. Discuss about എന്താ ഡിസ്കസ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നല്ലേ. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു എബൌട്ട് ഇല്ലേ, പിന്നെ നമ്മൾ ഡിസ്കസ് എബൌട്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനടക്കം നമ്മൾ പലരും ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണത് അല്ലേ. അപ്പോൾ ഇനി പറയൂ, ലെറ്റ്സ് ഡിസ്കസ് എബൌട്ട് ദ പ്ലാൻ എന്ന്. എബൌട്ട് ഇല്ല കേട്ടോ, ലെറ്റ്സ് ഡിസ്കസ് ദ പ്ലാൻ, അത് മതി. ലെറ്റ്സ് ഡിസ്കസ് ദ പ്ലാൻ, ഡിസ്കസിൽ തന്നെ ഒരു എബൌട്ട് ഉണ്ട്, അതിനെക്കുറിച്ച് എന്നുണ്ട് അല്ലേ. അപ്പോൾ എബൌട്ട് വീണ്ടും ചേർക്കണ്ട, ലെറ്റ്സ് ഡിസ്കസ് ദ പ്ലാൻ, അത് മതി. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. എങ്ങനെ പറയാം, നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ടോപ്പിക് എന്നാണോ, ലെറ്റ്സ് ഡിസ്കസ് എബൌട്ട് ദിസ് ടോപ്പിക് എന്നാണോ? എബൌട്ട് വേണ്ട അല്ലേ. അപ്പോൾ എങ്ങനെയാ വരിക? ലെറ്റ്സ് ഡിസ്കസ് ദിസ് ടോപ്പിക്, ലെറ്റ്സ് ഡിസ്കസ് ദിസ് ടോപ്പിക്. അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്, ഈ മെൻഷൻ കഴിഞ്ഞാലും ചിലർ എബൌട്ട് യൂസ് ചെയ്യും. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂചിപ്പിക്കുക അല്ലെ, അതിനെക്കുറിച്ച് പറയാന്നൊക്കെയാണ് അല്ലെ. ഒരു കാര്യം മെൻഷൻ ചെയ്യുക, അതേക്കുറിച്ച് പറയാന്നല്ലേ അർത്ഥം. അപ്പോഴും നമുക്ക് എബൌട്ട് വേണോ? വേണ്ട അല്ലേ. മെൻഷൻ്റെ കൂടെ നമുക്ക് എന്ത് വേണ്ട? എബൌട്ട് വേണ്ട കേട്ടോ. അവൻ ആ പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, അവൻ ആ പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എങ്ങനെയാ പറയാ? He mentioned the problem. He mentioned the problem. Mentioned about വേണ്ട കേട്ടോ. He mentioned the problem. അതുപോലെ തന്നെ ഒരു വേർഡാണ് ഡിസ്ക്രൈബ്. ഡിസ്ക്രൈബ്, അതിൻ്റെ കൂടെയും ചിലർക്ക് എബൌട്ട് ചേർത്ത് കാണാറുണ്ട്. ഡിസ്ക്രൈബ് എബൌട്ട് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എബൌട്ട് ചേർക്കരുത്. നിങ്ങളുടെ യാത്രയെക്കുറിച്ച് വിശദീകരിക്കാമോ? നിങ്ങളുടെ യാത്രയെക്കുറിച്ച് വിശദീകരിക്കാമോ? ഈ ഡിസ്ക്രൈബ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ക്യാൻ യു ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ജേർണി എന്നാണോ? അല്ല അല്ലേ. എങ്ങനെയാ പറയണ്ടേ? ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ ജേർണി, ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ ജേർണി. അവിടെയും ഈ അബൌട്ടിനെ കൊണ്ടിടരുത് കേട്ടോ. അതുപോലെയുള്ളൊരു വേർഡാണ് ഡീറ്റെയിൽ. ഡീറ്റെയിൽ അതായത് വിശദമാക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ആ പ്രൊജക്റ്റിനെ കുറിച്ച് വിശദമായി പറയൂ. എങ്ങനെയാ പറയാ? ആ പ്രൊജക്റ്റിനെ കുറിച്ച് വിശദമായി പറയൂ. ഈ ഡീറ്റെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് പറഞ്ഞേ. പ്ലീസ് ഡീറ്റെയിൽ അബൌട്ട് ദ പ്രോജക്റ്റ് എന്നാണോ? അല്ല അല്ലേ. പ്ലീസ് ഡീറ്റെയിൽ ദ പ്രോജക്റ്റ്, അത് മതി. പ്ലീസ് ഡീറ്റെയിൽ ദ പ്രോജക്റ്റ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ വന്നേക്കാം. ചില സാഹചര്യങ്ങളിൽ ഡീറ്റെയിൽസിൻ്റെ കൂടെ എബൌട്ട് കണ്ടിട്ടുണ്ടല്ലോ, അതെന്താ അങ്ങനെയെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡീറ്റെയിൽ ഉണ്ടല്ലോ, അതൊരു ക്രിയയായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്ലീസ് ഡീറ്റെയിൽ ദ പ്രോജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ ഡീറ്റെയിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിശദമായി പറയുമെന്നാണ്. അതൊരു ക്രിയയല്ലേ, ഒരു ആക്ഷൻ അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുകയല്ലേ ചെയ്യണേ. അപ്പം അങ്ങനെ ഒരു ആക്ഷൻ ആവുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതൊരു ക്രിയയാവുന്ന സമയത്താണ് നമ്മൾ ഈ എബൌട്ടിനെ ചേർക്കാതിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ എന്ന് മാത്രം പറയുന്നത്. മനസ്സിലായില്ലേ? ഡീറ്റെയിൽ, പ്ലീസ് ഡീറ്റെയിൽ ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയൂ. അപ്പം അതൊരു ആക്ഷനാണ്. പക്ഷേ ഈ സെയിം ഡീറ്റെയിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ എബൌട്ട് ചേർത്തിട്ടും പറയാറുണ്ട്. അതെപ്പോഴറിയോ? ആ ഡീറ്റെയിൽ ക്രിയയല്ലാതെ ആവുമ്പോഴാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് തരൂ. എല്ലാ വിവരങ്ങളും. ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു ആക്ഷനാണോ, ക്രിയയാണോ? അല്ലല്ലോ, ഒരു നാമമല്ലേ. അതായത് ഒരു ഡീറ്റെയിൽസ്, ഒരു സാധന ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് തരൂ. ഗിവ് മീ ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രൊജക്റ്റ്. ഗിവ് മീ ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രൊജക്റ്റ്. കണ്ടോ, അവിടെ എബൌട്ട് വന്നത് കണ്ടോ? കാരണം എന്താ വെച്ചാൽ അവിടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു ക്രിയയല്ല, ഒരു ആക്ഷൻ അല്ല അല്ലെ, ഒരു വിവരം. ആ വിവരമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആക്ഷൻ അല്ലാതെ ആവുമ്പോഴാണ്, അതൊരു നാമം മാത്രമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ എബൌട്ടിനെ ചേർത്തത് കേട്ടോ. അപ്പോൾ അതിൽ ഇനി കൺഫ്യൂഷൻ വരരുതേ. അപ്പോൾ ഇത്തരത്തിൽ കുറേ വാക്കുകളുണ്ട്, ഒരേ സമയം ക്രിയയായിട്ടും അതുപോലെ നാമമായിട്ടും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് മനസ്സിൽ വെക്കുക. അതായത് ഡിസ്കസ്, മെൻഷൻ, ഡീറ്റെയിൽ, ഡിസ്ക്രൈബ് എന്ന വേർഡ്സ് ഒക്കെ കാണുമ്പോൾ അതൊരു ക്രിയയായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യരുത്? എബൌട്ട് ചേർക്കരുത് കേട്ടോ. അതായത് ഡിസ്കസ് എബൌട്ട്, മെൻഷൻ എബൌട്ട് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങളുടെ വീടിനെ കുറിച്ച് എനിക്ക് വിവരിച്ചു തരാമോ? നിങ്ങളുടെ വീടിനെ കുറിച്ച് എനിക്ക് വിവരിച്ചു തരാമോ? ക്യാൻ യു ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ഹൗസ് ടു മീ എന്നാണോ? ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ ഹൗസ് ടു മീ എന്നാണോ? അതുപോലെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. ഇതെങ്ങനെയാ പറയാ?